നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എൻഡോസൾഫാൻ ദുരിതബാധിതർ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കാസർഗോഡ് ജനകീയ കൂട്ടായ്മ ചേർന്നു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന കൂട്ടായ്മയിൽ ദുരിതബാധിതരുടെ പ്രശ്നപരിഹാരത്തിനായി യുവജന സംഘടനകളുടെയും ജനപ്രതിനിധികളുടെയും സജീവ ഇടപെടലുകൾ ഉണ്ടാവണമെന്ന് ആവശ്യം. കാസർഗോഡ് കീഴൂരിൽ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിന്റെ വിജയം ആഘോഷിച്ച ആരാധകർക്ക് നേരെ പോലീസ് പരാക്രമം. ഫാൻസുകാർ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ച് പുലിവാല് പിടിച്ച പോലീസ് ഒടുവിൽ തടി തപ്പിയത് ഫൈനൽ മത്സരം കാണാൻ പ്രൊജക്ടർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാമെന്ന ഉറപ്പിന്മേൽ. അധികാര വികേന്ദ്രീകരണത്തിന്റെ രജത ജൂബിലിയുടെ ഭാഗമായി കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഏകദിന ശില്പശാലയും സംഗമവും നടത്തി. സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ VK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അന്ത്യോദയ എക്സ്പ്രസിന് കാസർഗോഡ് ജില്ലയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ റിലേ നിരാഹാര സമരം 3-ാം ദിവസം പിന്നിട്ടു. പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പത്മരാജ് ഐങ്ങോത്താണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിരാഹാരമിരിക്കുന്നത്. അന്ത്യോദയ എക്സ്പ്രസിന് കാസർഗോഡ് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവുമായി ട്രെയിൻ ടൈം അലർട്ട് നവമാധ്യമ കൂട്ടായ്മ ചെറുവത്തൂരിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. തലപ്പാടി ടോൾ ഗേറ്റിൽ ക്രിമിനൽ ഗുണ്ടായിസമാണെന്നാരോപിച്ച് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പ്രതിഷേധവുമായെത്തിയ നാട്ടുകാർ 1 മണിക്കൂറോളം ടോൾ പിരിവ് തടഞ്ഞു. പ്രവേശനോത്സവത്തിൽ ദൈവനാമം കയ്യിലെഴുതി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. പന്നിപ്പാറ മദ്രസയിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. എൻഡോസൾഫാൻ ദുരിതബാധിതർ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കാസർഗോഡ് ജനകീയ കൂട്ടായ്മ ചേർന്നു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന കൂട്ടായ്മയിൽ ദുരിതബാധിതരുടെ പ്രശ്നപരിഹാരത്തിനായി യുവജന സംഘടനകളുടെയും ജനപ്രതിനിധികളുടെയും ഇടപെടലുകൾ ഉണ്ടാവണമെന്ന് ആവശ്യമുയർന്നു. സാമൂഹിക പ്രവർത്തക ദയാബായി ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വോട്ടൊക്കെ സ്വീകരിച്ച് നമ്മൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സർക്കാർ ഏത് പാർട്ടിയാണേലും മാറി മാറി വന്നവരും ഒക്കെ ഒരു ജനാധിപത്യ സർക്കാരിൽ നടക്കേണ്ടതുപോലെയല്ല നടക്കുന്നത്. ഒത്തിരി കളിപ്പീര്, ഒരുപാട് കള്ളത്തരം, ഒത്തിരി വിവേചനം, എന്തൊക്കെയാണ് നടക്കുന്നത്? ഒരുപാട് പ്രഖ്യാപനങ്ങൾ, 3 ലക്ഷം വരെയുള്ള കടങ്ങൾ എഴുതിത്തള്ളി, എല്ലാവർക്കും റേഷൻ, ഇങ്ങനെ കുറേ. പക്ഷെ ഇവിടെയൊക്കെ വരുമ്പോൾ ഇതെല്ലാം വെറും കള്ളത്തരം എന്ന് തോന്നും. നീതി, സ്വാതന്ത്ര്യം, സമത്വം, ഈ 3 കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഇപ്പോൾ ചോദ്യം ചെയ്യും. എന്ത് ധാർഷ്ട്യമുള്ള മർക്കടമുഷ്ടിയോ കടുത്ത ഹൃദയമോ മനസാക്ഷി ഇല്ലായ്മയോ ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ സ്ഥിരം ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ടത് നടക്കും? ഒരു വിധി, ഒരു കടലാസ് കഷ്ണം കിട്ടിയത് കൊണ്ടായോ? അത് നടപ്പാക്കാൻ നമുക്ക് ശക്തിയില്ലേ? എനിക്ക് തോന്നുന്നു ഇനിയും എന്തെങ്കിലും കാരണങ്ങളാൽ ഇനിയും ഇങ്ങനെ പോകാൻ സാധിക്കില്ല. നിയമത്തെ ഉപയോഗിച്ച് ഇത് നമുക്കെല്ലാവർക്കും കൂടെ പൊരുതേണ്ട ഒരു കാരണം ഇവിടെ മനുഷ്യാവകാശം ഇത് ചെയ്തു വെച്ചതും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരു കമ്പനിയും കൂടെയാണ്. എന്നിട്ട് എൻഡോസൾഫാൻ എന്നുള്ള വാക്കേ പറയരുത്. അത് പറഞ്ഞാൽ ഇന്ന് കുറ്റം, ആ ശബ്ദം പ്രയോഗിക്കരുത്. അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ V ഗോപിനാഥൻ, നാരായണൻ പേരിയ, PPK പൊതുവാൾ, പ്രേമചന്ദ്രൻ ചോമ്പാല, ഫാദർ ജോസ്, മധു S നായർ, മോഹനൻ മാങ്ങാട്, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ, വിവിധ രാഷ്ട്രീയ യുവജന സംഘടനാ പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ കൂട്ടായ്മയിൽ പങ്കെടുത്തു. എൻഡോസൾഫാൻ ദുരിതബാധിതർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൂട്ടായ്മയിൽ വിപുലമായ ചർച്ചകൾ നടന്നു. ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ക്രിയാത്മകമായ ഇടപെടൽ വേണമെന്ന് കൂട്ടായ്മയിൽ പങ്കെടുത്തവർ പറഞ്ഞു. അമ്മമാരടക്കം നിരന്തരമായ സമരത്തിൽ ഏർപ്പെടുന്നത് ജനാധിപത്യ സമൂഹത്തിന് യോജിച്ചതല്ലെന്നും ദുരിതബാധിതർക്ക് സാന്ത്വനം നൽകേണ്ട ബാധ്യത ഓരോരുത്തർക്കും ഉണ്ടാവണമെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നപരിഹാരത്തിനായി യുവജന സംഘടനകളുടെയും ജനപ്രതിനിധികളുടെയും സജീവമായ ഇടപെടലുകൾ ഉണ്ടാവണമെന്നും കൂട്ടായ്മയിൽ ആവശ്യമുയർന്നു. ചർച്ചയിൽ അംബികാസുധൻ മാങ്ങാട് മോഡറേറ്ററായിരുന്നു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ്
കാസർഗോഡ് കീഴൂരിൽ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിന്റെ വിജയം ആഘോഷിച്ച ആരാധകർക്ക് നേരെ പോലീസ് പരാക്രമം. ഫാൻസുകാർ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചത് പോലീസിനെ പുലിവാല് പിടിപ്പിച്ചു. ഒടുവിൽ ഫൈനൽ മത്സരം കാണാൻ പ്രൊജക്ടർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാമെന്ന ഉറപ്പിന്മേൽ പോലീസ് തടിതപ്പി. മേൽപ്പറമ്പ് കീഴൂരിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ബ്രസീലിന്റെ വിജയമാഘോഷിച്ച ആരാധകർ സൂപ്പർ താരമായ നെയ്മറിന്റെ ഫ്ലക്സിൽ പാലഭിഷേകം നടത്തിയിരുന്നു. ഇതിൽ പ്രകോപിതരായ ഒരു സംഘം സ്ഥലത്ത് സംഘർഷം നടക്കുന്നുവെന്ന് ബേക്കൽ പോലീസിൽ തെറ്റായ വിവരം നൽകി. സ്ഥലത്ത് കുതിച്ചെത്തിയ പോലീസാകട്ടെ പ്രദേശത്ത് സ്ഥാപിച്ച മുഴുവൻ ഫ്ലക്സ് ബോർഡുകളും നീക്കം ചെയ്തു. ഇതോടെ ആരാധകർ ഒന്നടങ്കം പോലീസിനെതിരെ തിരിയുകയായിരുന്നു. സംഭവം കൈവിട്ടതോടെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ സ്ഥലത്തെത്തി പ്രദേശവാസികളുമായി അനുരഞ്ജന ചർച്ച നടത്തി. ഒടുവിൽ പോലീസിന്റെ വക ഫൈനൽ മത്സരം LCD പ്രൊജക്ടർ വഴി മുഴുവൻ പേർക്കും കാണുവാൻ സൗകര്യമൊരുക്കാമെന്ന ഉറപ്പിന്മേൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി. ഈ ഒരു സംഭവത്തിൽ എന്തെങ്കിലും അനാസ്ഥ വീഴ്ച പോലീസിന്റെ ഭാഗത്ത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ മേലുദ്യോഗസ്ഥർ പരിശോധിക്കും. ഈ നിങ്ങളുടെ വികാരം, ഈ സ്ഥലത്തെ ചെറുപ്പക്കാരുടെ വികാരം ഇതേ അർത്ഥത്തിൽ ഞാൻ മേലുദ്യോഗസ്ഥരെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് SP അറിയിച്ചിട്ടുണ്ട്. SP സാർ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉറപ്പ് ഇവിടുത്തെ അമ്പല കമ്മിറ്റിയുടെയും അമ്പല കമ്മിറ്റി ഭാരവാഹികളും അഥവാ തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെ കുറച്ച് ചെറുപ്പക്കാരുമായിട്ട് അദ്ദേഹം സംസാരിച്ച് എന്താ വേണ്ടെന്നുള്ള തരത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. ഇതോടൊപ്പം തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച പ്രാദേശിക ഓൺലൈൻ പോർട്ടലുകൾക്ക് നേരെ നടപടിയെടുക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KCN. അധികാര വികേന്ദ്രീകരണത്തിന്റെ രജത ജൂബിലിയുടെ ഭാഗമായി കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഏകദിന ശില്പശാലയും സംഗമവും നടത്തി. സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ VK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. We also want to increase production in agriculture and industry to generate employment and to deepen when we expand the role of when we strengthen the financial infrastructure, when we generate employment, when we increase production. We want to do it by deepening people's planning by local governments, by extending social protection and the struggle against social exclusion. And we also want to, and this is very important for a place like Kasaragod in my opinion, to promote activities centered on heritage, culture, the promotion of tourism and building cultural and economic ties with non-resident Malayalis. ജില്ലാ പദ്ധതി രേഖയുടെ പ്രകാശനവും ഡോക്ടർ VK രാമചന്ദ്രൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് രജത ജൂബിലി സ്മരണിക പ്രകാശനം ചെയ്തു. ജില്ലാ കളക്ടർ K ജീവൻ ബാബു ജില്ലാ പദ്ധതി അവതരണം നടത്തി. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് C അഹമ്മദ് കുഞ്ഞി, E പത്മാവതി, MV ബാലകൃഷ്ണൻ മാസ്റ്റർ, മുൻ DPC ചെയർപേഴ്സൺ E പത്മാവതി, അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി തുടങ്ങിയവർ സംസാരിച്ചു. സെമിനാറിൽ വിദഗ്ധർ വിഷയാവതരണം നടത്തി. തുടർന്ന് ചർച്ചയും നടന്നു. ജില്ലയിലെ നിലവിലുള്ള തദ്ദേശഭരണ സ്ഥാപന അംഗങ്ങളും സെക്രട്ടറിമാരും വിവിധ വകുപ്പ് മേധാവികളും രജതത്തിന്റെ കൂട്ടായ്മയിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ആദ്യമായാണ് വികേന്ദ്രീകൃതാസൂത്രണ രജത ജൂബിലി ഇത്തരത്തിൽ സംഘടിപ്പിച്ചത്. ജില്ലാ ആസൂത്രണ സമിതി, സംസ്ഥാന ആസൂത്രണ ബോർഡ്, കില എന്നിവ സംയുക്തമായാണ് രജത ജൂബിലി പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ജനകീയാസൂത്രണത്തിന്റെ ആദ്യഘട്ടം മുതലുള്ള ജില്ലയിലെ തദ്ദേശഭരണ അധ്യക്ഷന്മാരും സംഗമിച്ചു എന്നതായിരുന്നു പരിപാടിയുടെ മുഖ്യ ആകർഷണം. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് ജില്ലയോട് റെയിൽവേ കാണിക്കുന്ന അവഗണനയിലും അന്ത്യോദയ എക്സ്പ്രസിന് കാസർഗോഡ് ജില്ലയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടും കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ റിലേ നിരാഹാര സമരം 3-ാം ദിവസം പിന്നിട്ടു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പത്മരാജ് ഐങ്ങോത്താണ് നിരാഹാര സമരം നടത്തുന്നത്. അന്ത്യോദയ എക്സ്പ്രസിന് കാസർഗോട്ട് സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പത്മരാജൻ ഐങ്ങോത്തിന്റെ നേതൃത്വത്തിലുള്ള നിരാഹാര സമരം 3-ാം ദിവസം പിന്നിട്ടു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് സമരം നടത്തുന്നത്. റെയിൽവേ ഈ അടുത്ത് പ്രഖ്യാപിച്ച അന്ത്യോദയ എക്സ്പ്രസ് സാധാരണക്കാരന് തുണയാകേണ്ട ആ എല്ലാം ജനറൽ കമ്പാർട്ട്മെൻ്റായ ആ ട്രെയിൻ കടന്നു പോകാൻ ആരംഭിച്ചതിന് ശേഷം ഇവിടെ സ്റ്റോപ്പില്ല എന്ന ഒരു ദുഃഖ വാർത്തയാണ് നമുക്ക് അറിഞ്ഞത്. അപ്പോൾ ഇതിൽ കടുത്ത പ്രതിഷേധം ജില്ലയിലെ മൊത്തം ജനങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ ഈ മിനിഞ്ഞാൾ നാൾ
തുടങ്ങിയ നിരാഹാര സമരത്തിലൂടെ എനിക്ക് മനസ്സിലാവുന്നു. ജനങ്ങളുടെ ഐക്യദാർഢ്യം കാണുമ്പോൾ ഓരോരുത്തരും, കാസർഗോഡ് ജില്ലയിലെ ഓരോരുത്തരും ആഗ്രഹിച്ച ഒരു ട്രെയിനായിരുന്നു അന്ത്യോദയ എക്സ്പ്രസ് എന്ന് മനസ്സിലാക്കുന്നു. ഈ അവകാശം, ഈ സ്റ്റോപ്പ് എന്ന ഈ ഒരു കാര്യം, കാസർഗോഡ് ജില്ലയിലെ ഒരു സ്റ്റോപ്പ് എന്ന കാര്യത്തിന് വേണ്ടി എൻ്റെ മരണം വരെ ഞാൻ സമരമിരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സമരത്തിന് പിന്തുണയുമായി വിവിധ സംഘടനകൾ പന്തലിലെത്തി അഭിവാദ്യം അർപ്പിച്ചു. ശനിയാഴ്ച മഹിളാ കോൺഗ്രസ് നേതാക്കളും സമരപ്പന്തലിലെത്തി പത്മരാജൻ ഐങ്ങോത്തിന് അഭിവാദ്യമർപ്പിച്ചു. ദിവസവും നിരവധി വ്യക്തികളും സംഘടനകളുമാണ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരപ്പന്തലിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക് KCN. തലപ്പാടി ടോൾ ഗേറ്റിൽ ക്രിമിനൽ ഗുണ്ടായിസമാണെന്നാരോപിച്ച് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ടോൾ ഗേറ്റിലേക്ക് പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ 1 മണിക്കൂറോളം ടോൾ പിരിവ് തടഞ്ഞു. നിരവധി പേരാണ് തലപ്പാടി ടോൾ ഗേറ്റിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ടോൾ ഗേറ്റിലെത്തിയ നാട്ടുകാർ 1 മണിക്കൂറോളം ടോൾ പിരിക്കുന്നത് തടഞ്ഞു. നേരത്തെ നാട്ടുകാരിൽ നിന്ന് ടോൾ പിരിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ കുറച്ചുകാലമായി ടോൾ ഗേറ്റിൽ നാട്ടുകാരിൽ നിന്നും നിർബന്ധിച്ച് പണം പിരിക്കുന്നതായാണ് ആരോപണം. പുറത്തുനിന്നുള്ള ഗുണ്ട ക്രിമിനൽ സംഘങ്ങളെയാണ് ഇതിനായി നിർത്തിയിരിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. നാട്ടുകാരിൽ നിന്നും ടോൾ പിരിക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ಗಡಿನಾಡು ರಕ್ಷಣಾ ವೇದಿಕೆ പ്രസിഡന്റ് ಸಿದ್ದಿಕ್ ತಲಪಾಡಿ ಮುನ್ನರಿಪು നൽകി. ಮನಸ್ಸಿಗೆ ಎಷ್ಟೊಂದು ನೋವು ಮಾಡ್ತಾ ಇದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ, ಹೋಗುವಾಗ ಫ್ರೀ ಬಿಡ್ತಾರೆ, ಬರುವಾಗ ಹಿಡ್ಕೊತಾರೆ. ಆಮೇಲೆ ಯಾರಾದ್ರೂ ಪ್ಯಾಸೆಂಜರ್ ಇದ್ದಾರೆ, ಇಲ್ಲಾಂದ್ರೆ ಫ್ಯಾಮಿಲಿ ಇದ್ರೆ ಆ ಬೇಕಂತ ನಿಲ್ಲಿಸಿ, ಸೈರನ್ ಓಡಿಸಿ, ಗೂಂಡಾಗಳನ್ನು ತರಿಸಿ ಎದುರುಗಡೆ ನಿಲ್ಲಿಸಿ ಇಂಥ ಕೆಲಸಗಳನ್ನು ನಿರಂತರ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಆದರೂ ನಾವು ಸಹಿಸಿಕೊಂಡು, ನಾವು ಡಿಪಾರ್ಟ್ಮೆಂಟ್ಗೆ ಎಲ್ಲ ಅಧಿಕಾರಿಗಳಿಗೆ ಗೌರವವನ್ನು ಕೊಟ್ಟು ಇಷ್ಟು ದಿನ ಸಹಿಸಿದ್ದೀವಿ. ಇನ್ನು 1 ದಿವಸ ಕೂಡ ನಮ್ಮಿಂದ ಸಹಿಸಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ಈಗ ಎಚ್ಚರಿಕೆಯಾಗಿ ನಾವು ಈಗ ಇಲ್ಲಿಗೆ ಬಂದಿದ್ದೀವಿ. ಈಗ ಕೆಲವರನ್ನ ಫ್ರೀಯಾಗಿ ಬಿಟ್ಟಿದ್ದೀವಿ. ಇನ್ನು ದಿವಸ ಈ ತರ ಸಮಸ್ಯೆ ಬಂದ್ರೆ ಖಂಡಿತ ಈ ಟೋಲ್ ಅಂತ ಇಲ್ಲಿ ನೆಲೆಸಲಿಕ್ಕೆ ನಾವು ಬಿಡುವುದಿಲ್ಲ. പ്രതിഷേധ സമരത്തിന് വിവിധ സംഘടനാ നേതാക്കൾ നേതൃത്വം നൽകി. അബ്ദുൽ റഹ്മാൻ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരളീയരുടെ ദേശീയ വിഭവമായ ചക്കയുടെ മാഹാത്മ്യം കുട്ടികളിൽ എത്തിച്ച് ചക്കപ്പെരുമ. മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 10 വരെ ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ചക്കയുടെ വിവിധ വിഭവങ്ങൾ തയ്യാറാക്കി പ്രദർശനം നടത്തിയത്. ചക്ക ലഡു മുതൽ ചക്ക കേക്ക് വരെ ചക്കപ്പെരുമയിൽ താരങ്ങളായി. ചക്ക ലഡു മുതൽ ചക്ക സാമ്പാർ വരെ മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചക്കപ്പെരുമയിൽ ഇടം നേടി. ചക്ക മഹോത്സവത്തിലാണ് ചക്ക കൊണ്ടുള്ള 300ഓളം വിഭവങ്ങൾ കുട്ടികൾ ഒരുക്കിയത്. കേരളീയരുടെ ദേശീയ വിഭവമായ ചക്കയുടെ മഹാത്മ്യം കുട്ടികളിലെത്തിക്കാനാണ് സ്കൂളിലെ 1 മുതൽ 10 വരെ ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ചക്കയുടെ വിവിധ വിഭവങ്ങൾ തയ്യാറാക്കി പ്രദർശനം നടത്തിയത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും സുലഭമായി കിട്ടുന്ന ഒരു ഫലമാണ് ചക്ക. ഏറ്റവും പോഷകമൂല്യമുള്ളതാണ്, നല്ല വിപണന സാധ്യതയുള്ളതാണ്. എന്നിരുന്നാൽ പോലും ഏറ്റവും കൂടുതൽ നമ്മൾ പാഴാക്കി കളയുന്നതും ചക്കയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവശ്യകത പരമാവധി കുട്ടികളിലേക്ക് എത്തിക്കാൻ, അതിലുപരി രക്ഷിതാക്കളെ ഇതിനകത്തേക്ക് നമ്മുടെ സ്കൂളിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ചക്ക മഹോത്സവത്തിൽ ചുട്ടെടുത്ത ചക്കക്കുരുവിനോടാണ് കുട്ടികൾക്ക് ഏറെ പ്രിയം തോന്നിയത്. പ്രദർശനം കഴിയുന്നതിന് മുൻപ് തന്നെ ഈ വിഭവം തീർന്നിരുന്നു. ചക്ക കൊണ്ടുള്ള വിഭവങ്ങളിൽ ലഡു, ചിപ്സ്, ഉണ്ണിയപ്പം, പൊരി, ഉപ്പേരി, ചുട്ടത്, മൂട, ജാം, ലായനം, എരിശ്ശേരി, ഹൽവ, കലത്തപ്പം, ഉപ്പേരി എന്നിവ സ്ഥാനം പിടിച്ചു. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ടി രാജൻ അധ്യക്ഷനായി. ഒ കുഞ്ഞികൃഷ്ണൻ, നാരായണൻ, സ്റ്റാഫ് സെക്രട്ടറി ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ പി രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ആശാ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെപ്റ്റംബറിൽ നടക്കുന്ന ദേശീയ പ്രക്ഷോഭം വിജയിപ്പിക്കാൻ മുഴുവൻ ആശാ വർക്കർമാരും രംഗത്തിറങ്ങണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു.
കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സെപ്റ്റംബറിൽ നടക്കുന്ന ദേശീയ പ്രക്ഷോഭം വിജയിപ്പിക്കാൻ മുഴുവൻ ആശാവർക്കർമാരും രംഗത്തിറങ്ങണമെന്ന് ആശാവർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ദേശീയ ആരോഗ്യ നയം തിരുത്തണമെന്നും പൊതുജനാരോഗ്യ രംഗത്തെ നിക്ഷേപം വർദ്ധിപ്പിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് നടന്ന ജില്ലാ സമ്മേളനം CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഗവൺമെന്റ് ഫണ്ട് മാറ്റിവെച്ചാലേ ഈ പറഞ്ഞ ഈ വർക്കർമാരുള്ളൂ. ഇന്ത്യ ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കുന്ന പണി ചെയ്താൽ കൂലി കിട്ടുന്നവൻ തൊഴിലാളി. അതുകൊണ്ട് ആ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് പണിയെടുത്താൽ കിട്ടുന്ന കൂലി കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന സാമൂഹ്യ വ്യവസ്ഥ വേണം. ആ വ്യവസ്ഥയാണ് നമ്മൾ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഉള്ളവരും ഇല്ലാത്തവരും വ്യത്യാസമില്ലാത്ത സാമൂഹ്യ വ്യവസ്ഥ. ആ വ്യവസ്ഥയിലെ പണിയെടുക്കുന്ന രക്ഷപ്പെടും. അതിനു വേണ്ടിയുള്ള ഏത് അറ്റം വരെ നമ്മൾ പോകും. ആ സാമൂഹ്യ വ്യവസ്ഥ വരുന്ന കാലം വരെ നമ്മൾ പൊരുതും. ആ പോരാട്ടത്തിന് ശക്തി പകരാൻ രാജ്യത്തെ കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും വീട്ടമ്മമാരെയും ചെറുപ്പക്കാരെയും കുട്ടികളെല്ലാം കൂട്ടി ഒഴിപ്പിച്ച് ഒറ്റക്കെട്ടായി പണിയെടുക്കുന്നവരെ പോരാട്ട ശക്തിപ്പെടുത്തി നിലവിൽ സാമൂഹ്യ മാറ്റം ഉണ്ടാക്കാൻ നമ്മുടെ സംഘടന പൊരുതും. ജില്ലാ പ്രസിഡന്റ് PV ഗീത അധ്യക്ഷയായി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജനി മോഹൻ, ജില്ലാ സെക്രട്ടറി VV പ്രസന്നകുമാരി, CM സൈനബ, M ഗൗരി, KV രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. പന്നിപ്പാറ മദ്രസയിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം ശ്രദ്ധേയമായി. പ്രവേശനോത്സവത്തിൽ ദൈവനാമം കയ്യിലെഴുതി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. ബലൂണുകൾ കയ്യിൽ പിടിച്ച് കൈവെള്ളയിൽ ദൈവനാമം എഴുതിയപ്പോൾ കുരുന്നുകൾക്കത് നവ്യാനുഭവമായി മാറി. പന്നിപ്പാറ മമ്പൗൽ ഹുദ മദ്രസയാണ് വൈവിധ്യമാർന്ന പ്രവേശനോത്സവത്തിന് വേദിയായത്. ഹതീബ് നൂറുദ്ദീൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഹൈറും ദുനിയാവിൽ നിന്ന് ഒന്നും അല്ലാഹു തആല കൊടുക്കാൻ ബാക്കിയില്ല. അതുപോലെ ആഖിറത്തിൽ ഇതൊക്കെ കൊടുത്തിട്ടും ഒരു കാര്യം ഒന്ന് കൂടുതലാക്കണം നബിയെ എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്. ഖുർ റബ്ബി സിദ്നി ഇൽമ, ഇൽമിനെ ജാസ്തിയാക്കി തരണം എന്ന് നബി പറയണം എന്ന് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. ഇതല്ലാത്ത ഏതെങ്കിലും ഒന്നായിരുന്നു ആരംഭ റസൂലിന്റെ ഖൈർ, ഈ സമുദായത്തിന്റെ ഖൈർ എങ്കിൽ അല്ലാഹു തആല അത് കൽപ്പിക്കുമായിരുന്നു. പക്ഷെ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ വചനം ജമാഅത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി താഷ്കന്റ് അധ്യക്ഷത വഹിച്ചു. ജമാഅത്ത് വൈസ് പ്രസിഡന്റ് ഹാഷിം തങ്ങൾ, ജനറൽ സെക്രട്ടറി ഹനീഫ് താഷ്കന്റ്, ട്രഷറർ KH മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് ഇസുദ്ദീൻ പാണലം, സലാം നുള്ളിപ്പാടി, ഇബ്രാഹിം കലീൽ സഹദി, അബ്ദുൽ ലത്തീഫ് മൗലവി തുരുത്തി, ഫാറൂഖ് സഹദി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. അന്ത്യോദയ എക്സ്പ്രസിന് കാസർകോട്ടെ സ്റ്റോപ്പിന് ചെറുവത്തൂരിൽ പന്തം കൊളുത്തി പ്രകടനം. ട്രെയിൻ ടൈം അലർട്ട് നവമാധ്യമ കൂട്ടായ്മ നേതൃത്വം നൽകി. ചെറുവത്തൂർ മേൽപ്പാലത്തിന് സമീപത്തു നിന്നാണ് വ്യാഴാഴ്ച രാത്രി പന്തം കൊളുത്തി പ്രകടനം ആരംഭിച്ചത്. ട്രെയിൻ ടൈം അലർട്ട് നവമാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. കാസർഗോഡ് അന്ത്യോദയ എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിക്കണം എന്നതായിരുന്നു പ്രധാന ആവശ്യം. പരശുറാം എക്സ്പ്രസിന് ചെറുവത്തൂരിൽ സ്റ്റോപ്പ് അനുവദിക്കുക, പാസഞ്ചർ ട്രെയിനുകളിൽ കൂടുതൽ കോച്ചുകൾ ഘടിപ്പിക്കുക എന്നീ ആവശ്യങ്ങളും പ്രകടനക്കാർ ഉന്നയിച്ചു. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പോലീസ് പ്രകടനം തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം നവമാധ്യമ കൂട്ടായ്മ അഡ്മിൻ KP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വെരാവലി, ഓക്ക, അതേപോലെ തന്നെ തിരുനെൽവേലി നാഗർകോവിൽ എക്സ്പ്രസ്, ഇത് 2 മണിക്കൂറും 5 മിനിറ്റും കൊണ്ട് എത്തുന്ന എക്സ്പ്രസ്സുകളാണ്. പിന്നെ അനേകം എക്സ്പ്രസ്സുകളുണ്ട്, 2.25 മണിക്കൂർ, 2:40 മണിക്കൂർ എല്ലാം എടുക്കുന്ന എക്സ്പ്രസ്സുകളുണ്ട്. അതൊന്നും പറയുന്നില്ല. അതേസമയത്ത് മലബാറിന് കണ്ണൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് 4 മണിക്കൂർ 3 മിനിറ്റാണ് സമയം. മാവേലിക്ക് 3 മണിക്കൂറും 20 മിനിറ്റാണ് സമയം. അതൊന്നുമല്ല ഇവിടെ വിഷയം. പക്ഷേ കേരളത്തിൽ ഏതാണ്ട് 6-7 സ്റ്റോപ്പ് മാത്രം അനുവദിച്ചുകൊണ്ട് ഇങ്ങനെ ഓടുന്ന വണ്ടി നമുക്കെന്തിനാണ്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ കേരളം തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്ഥാനമല്ലേ, ഒരു ഉപഭോക്തൃ സംസ്ഥാനമല്ലേ. PP സന്ദീപ്, KV സത്യബാലൻ, പ്രകാശൻ കണിച്ചിക്കുളങ്ങര, രാജേഷ് വടക്കേവളപ്പ് എന്നിവർ സംസാരിച്ചു. റെയിൽവേ പോലീസിന് പുറമെ ചന്ദേര SI വിപിൻ ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സന്നാഹവും ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്നു. മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ വൃക്ഷത്തൈ നഴ്സറി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി ഓഗസ്റ്റ് 31 വരെ നീണ്ടു നിൽക്കും. ഹരിത കേരളം ജില്ലാ കോർഡിനേറ്റർ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ജൂൺ 5-ാം തീയതി നമ്മുടെ പഞ്ചായത്തിനകത്ത് വലിയ രീതിയിൽ തന്നെ വൃക്ഷത്തൈകൾ വിതരണം ചെയ്യും. അതുപോലെ തന്നെ വിവിധ ക്ലബ്ബുകൾ, വായനശാലകൾ, കുടുംബശ്രീ, അതുപോലെ തന്നെ സ്വയം സഹായ സംഘങ്ങളൊക്കെ തന്നെ വൃക്ഷത്തൈകൾ നൽകുകയും ചെയ്യുന്നു. അതിന്റെ തുടർച്ച എന്നുള്ള രീതിയിലാണ് ഇന്ന് ഈ നഴ്സറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച വൃക്ഷത്തൈ വിവിധ സ്വയം സഹായ സംഘങ്ങൾക്കും അതുപോലെ തന്നെ ക്ലബ്ബുകൾക്ക്, വായനശാലകൾക്ക്, കുടുംബശ്രീകൾക്കും ഒക്കെ തന്നെ വിതരണം ചെയ്തു.
മടിക്കൈ പഞ്ചായത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കൂടിയാണ് പഞ്ചായത്തിൽ വൃക്ഷത്തൈ നഴ്സറി പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഹരിത കേരളം ജില്ലാ കോർഡിനേറ്റർ സുബ്രഹ്മണ്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വൃക്ഷത്തൈ കൈമാറി. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 31 വരെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നാടിന് പുതുജീവൻ ലഭിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്ത പദ്ധതിയാണിത്. പദ്ധതിയുടെ നിർമ്മാണ സമയത്തും തുടർന്നും പരിപാലനത്തിനും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മുഴുവൻ തുകയും ഉപയോഗിക്കാം എന്ന പ്രത്യേകതയും പദ്ധതിക്കുണ്ട്. 200 വൃക്ഷത്തൈകൾക്ക് ഒരു ഗ്രൂപ്പ് എന്ന നിലയിലായിരിക്കും സംരക്ഷണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എൻഡോസൾഫാൻ ദുരിതബാധിതർ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കാസർകോട്ട് ജനകീയ കൂട്ടായ്മ ചേർന്നു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന കൂട്ടായ്മയിൽ ദുരിതബാധിതരുടെ പ്രശ്നപരിഹാരത്തിനായി യുവജന സംഘടനകളുടെയും ജനപ്രതിനിധികളുടെയും സജീവ ഇടപെടലുകൾ ഉണ്ടാവണമെന്ന് ആവശ്യം. കാസർഗോഡ് കീഴൂരിൽ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിന്റെ വിജയം ആഘോഷിച്ച ആരാധകർക്ക് നേരെ പോലീസ് പരാക്രമം. ഫാൻസുകാർ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ച് പുലിവാല് പിടിച്ച പോലീസ് ഒടുവിൽ തടി തപ്പിയത് ഫൈനൽ മത്സരം കാണാൻ പ്രൊജക്ടർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാമെന്ന ഉറപ്പിന്മേൽ. അധികാര വികേന്ദ്രീകരണത്തിന്റെ രജത ജൂബിലിയുടെ ഭാഗമായി കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഏകദിന ശില്പശാലയും സംഗമവും നടത്തി. സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ VK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അന്ത്യോദയ എക്സ്പ്രസിന് കാസർഗോഡ് ജില്ലയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ റിലേ നിരാഹാര സമരം 3-ാം ദിവസം പിന്നിട്ടു. പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പത്മരാജ് ഐങ്ങോത്താണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിരാഹാരമിരിക്കുന്നത്. അന്ത്യോദയ എക്സ്പ്രസിന് കാസർഗോഡ് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവുമായി ട്രെയിൻ ടൈം അലർട്ട് നവമാധ്യമ കൂട്ടായ്മ ചെറുവത്തൂരിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. തലപ്പാടി ടോൾ ഗേറ്റിൽ ക്രിമിനൽ ഗുണ്ടായിസമാണെന്നാരോപിച്ച് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ 1 മണിക്കൂറോളം ടോൾ പിരിവ് തടഞ്ഞു. പ്രവേശനോത്സവത്തിൽ ദൈവനാമം കയ്യിലെഴുതി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. പന്നിപ്പാറ മദ്രസയിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം ശ്രദ്ധേയമായി. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.